Hello guys, welcome back to our channel. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് Redmi Note 10 Pro Maxലായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ Redmi Note 10 വരെ നമ്മൾ മറ്റൊരു പുതിയ ഫോൺ എടുത്തിരിക്കുന്നത് Realme 9 Pro Plus. അപ്പോൾ ഇത് Realme 9 Pro Plusന്റെ റിവ്യൂസ് ആണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ഫോൺ അൺബോക്സ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഫോൺ യൂസ് ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ദിവസം അതിൻ്റെ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിന്ന് Realme 9 Pro Plus എന്ന് പറയുന്ന ഫോണിൻ്റെ റിവ്യൂസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ വീഡിയോ കാണാം. ഓക്കെ, ഇതാണ് Realme 9 Pro Plusന്റെ ബോക്സ് എന്ന് പറയുന്നത്. നല്ല യെല്ലോ കളറിനകത്ത് ബ്ലാക്ക് മാർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയൊരു ബോക്സ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഒരു പിൻ ഡിറ്റക്ടർ, പിന്നെ ഒരു ഫോൺ കേസ്, പിന്നെ ഫാസ്റ്റ് ചാർജർ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഫോണിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ Realme 9 Pro Plus. ഞാൻ എടുത്തേക്കുന്ന കളർ എന്ന് പറയുന്നത് സൺറൈസ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ് എടുത്തേക്കുന്നത്. ആക്ച്വലി ഞാൻ ബ്ലാക്ക് ആയിരുന്നു നോക്കിയത്, പക്ഷേ കിട്ടിയ കളർ, അവൈലബിൾ ആയിട്ടുള്ള കളർ ഇത് മാത്രമായിരുന്നു എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. അപ്പം കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന Redmi Note 10 Pro Maxലായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ബെറ്റർ ക്വാളിറ്റിയിൽ എനിക്ക് വീഡിയോസ് എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് 2 ആഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ പെർഫോമൻസ് ആണെങ്കിലും ഇമേജ് പെർഫോമൻസ് ആണെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ക്യാമറ പോർഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൈമറി ക്യാമറ, സെക്കൻഡറി ക്യാമറ, പിന്നെ ഒരു വൈറ്റ് ലെൻസ്, ഇത് 3 ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ ലെൻസ് എന്ന് പറയുന്നത് സോണി IMXന്റെ 766 എന്ന് പറയുന്ന 766 എന്ന് പറയുന്ന ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ റിയൽമിയുടെയും OnePlusൻ്റെയൊക്കെ 30,000-നൊക്കെ മേളിലുള്ള ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. അപ്പം അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മികച്ച ഒരു പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ആ വീഡിയോയുടെ സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫിംഗർ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഇൻബിൽട്ട് ആണ്. അപ്പോൾ ഫിംഗർ ലോക്കൊക്കെ സ്ക്രീനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് ആക്സസ് ചെയ്യുന്നുണ്ട്. കൂടാതെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്ക്രീനിലാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത Redmi Note 10 Pro Maxനകത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അത് ചെറിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 120 ഹെർട്സ് യൂസ് ചെയ്തിട്ട് 90 ഹെർട്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു നമുക്ക് ചെക്ക് ചെയ്യാൻ പോകേണ്ടത് മെയിൻ ആയിട്ടുള്ള സാധനം ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ വീഡിയോ ക്വാളിറ്റിയും പിന്നെ പിക്ചർ ക്വാളിറ്റിയും എല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പം നേരെ നമുക്കിനി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയിലോട്ട് പോകാം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന 1080 60 FPS മോഡാണ് കേട്ടോ. ഓക്കെ, നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ സെയിം തന്നെ നമുക്കിനി 4K എടുത്തു നോക്കുക. ഇതിപ്പോൾ 4Kയിലുള്ള ഒരു വ്യൂ ആണ്. 4K 30 FPS വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, 60 FPS ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. 4K 30 FPS തന്നെ ധാരാളം തന്നെ. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ക്വാളിറ്റി വീഡിയോസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നോക്കി കേട്ടോ, നല്ല രീതിയിലുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോ മോഷനാണ്. അതായത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഞാൻ Redmi Note 10 Pro Max ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ പക്ക ഭയങ്കര ഫേക്കാണ് കേട്ടോ സംഭവം. കാരണം എടുക്കുമ്പോഴൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം കൊണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളതിനെ ഒരു സ്റ്റാറ്റസ് ആക്കി ഇടുമ്പോഴോ അപ്പം നമുക്ക് സ്ലോ മോഷന് കിട്ടത്തില്ല. അപ്പം നമുക്ക് ആ സ്ലോ മോഷൻ മാറി നോർമൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്ത ഭയങ്കര ഒരു പക്ക അളിഞ്ഞ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള. അപ്പോൾ ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്നറിയില്ല. Redmi Note യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നം. റെഡ്മിയുടെ എല്ലാ ഫോണിലും സ്ലോ മോഷൻ അന്നേരം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അതൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ സ്ലോ മോഷൻ കിട്ടത്തില്ല. പക്ഷേ ഇതിനകത്ത് സ്ലോ മോഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അത് ഓരോ FPS എന്തുവാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, 120, 148, 90 ഹെർട്സിൽ അങ്ങനെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ സ്ലോ മോഷൻ. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഈ ഫോണല്ല മറ്റ് ഫോണിലൊക്കെ ഉണ്ട്. പക്ഷേ റെഡ്മിക്കകത്ത് അത്തരത്തിലുള്ളൊരു പ്രശ്നം, മെയിനായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ നിൽക്കുന്ന ഏതെങ്കിലും കാട്ടിലാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കാടല്ല, ഇത് നമ്മുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു വീട് വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹരിതവർണ്ണ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ള് തുളുമ്പി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ പാമ്പുണ്ടോ ഇതുവരെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് സംഭവം ഷൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ ഉണ്ടോ, പക്ക ക്വാളിറ്റിയാണ് കേട്ടോ. യാതൊരു ഇത് എക്സ്ക്യൂസും നൽകുന്നില്ല. അപ്പം ഞാൻ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് റെഡ്മിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ വേറെ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു ഫോൺ എടുക്കുമ്പോൾ എല്ലാവരും ഒരുപാട് രീതിയിലുള്ള പെർഫോമൻസ് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലവർ ക്യാമറ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്, ചിലപ്പം
ഓവറോൾ പെർഫോമൻസ് നോക്കുന്നവരുണ്ട്, പിന്നെ മൾട്ടിപ്പിൾ പർപ്പസിന് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഒരു മികച്ച ഫോണായിട്ട് എനിക്ക് റിയൽമി 9 Pro Plusനെ പറയാനാകും. അത് ഞാൻ രണ്ട് മൂന്ന് ദിവസമല്ല, ഒരു 2 വീക്കൊക്കെ 2 വീക്സ് 2 ആഴ്ചയായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റിങ്ങും സംഭവങ്ങളും എല്ലാം എൻ്റെ ഫോണിൽ തന്നെയാണ്. ഉപയോഗിച്ചിരുന്ന റെഡ്മി ആയിരുന്നു, അതിനകത്തായിരുന്നു എല്ലാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇതിനകത്ത് എക്സ്പാൻഡബിൾ മെമ്മറി ഇടാൻ പറ്റത്തില്ല, അതിനുള്ള സ്റ്റോറേജ് ഇല്ല എന്നുള്ളതാണ്. അതെനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം എൻ്റേത് നമ്മളെപ്പോഴും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ടും ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുള്ളാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് റെഡ്മി നോട്ടിന് ഇപ്പോഴും എളുപ്പമുണ്ട്, അതിൻ്റെ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് ഇപ്പോൾ ഇനി അത് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് എക്സ്പാൻഡബിൾ മെമ്മറി ഇടാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഡ്രോബാക്സ് ഉണ്ട്. അപ്പം ഇതേ പ്രൈസിൽ ഇതേ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നവർക്കാണെങ്കിൽ, അങ്ങനെ എക്സ്പാൻഡബിൾ മെമ്മറി ഇടാനുള്ളൊരു ഫോണാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ OnePlusൻ്റെ Note CE2 ഞാൻ സജസ്റ്റ് ചെയ്യും. അതിനകത്ത് അങ്ങനത്തുള്ളൊരു എക്സ്പാൻഡബിൾ മെമ്മറി ഇടാൻ പറ്റും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഒന്ന് നോക്കാം. വീഡിയോ സ്റ്റെബിലൈസേഷൻ നമുക്കൊരു 1080 30 fps അടിപൊളിയായിട്ടുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. 1080 60 കിട്ടുന്നുണ്ട്. പക്ഷേ 4K നമുക്ക് അത്രയും സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. പക്ഷേ 1080 60 fps എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അത് നല്ല രീതിയിലുള്ള വീഡിയോ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള റണ്ണിങ് വീഡിയോസ് ആണെങ്കിലും നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇങ്ങനത്തുള്ള ഷെയ്ക്കിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ എടുക്കാം. ക്യാമറ ക്വാളിറ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ റിയൽമി 9 Pro Plus സജസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് അത്രയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞവർക്ക് ഈ റിയൽമിയുടെയും OnePlusൻ്റെയും 30,000 40,000 മേലുള്ള ഫോണുകൾക്ക് യൂസ് ചെയ്യുന്ന അതേ ലെൻസ് തന്നെ നമുക്ക് ഈ ഒരു ലെവലിലുള്ള ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു ഫോണിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം ഫോട്ടോസും സാമ്പിൾസും ഒക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫോട്ടോയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ റിയൽമി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കളർസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളർ കാര്യങ്ങളൊക്കെയാണ്. അത് ഇത് അൾട്രാ വൈഡിലെടുത്താണ്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മാക്രോ മാത്രമാണ് എനിക്ക് മാക്രിയായിട്ട് തോന്നുന്നത്. അത് വലിയ ഗുണമൊന്നുമില്ല. കമ്പയർ ടു റെഡ്മി നോട്ട് 9 Pro Max മാക്രോ അതിൽ അടിപൊളിയാണ്. പക്ഷേ ഇതിൽ മാക്രോ വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഇത്രയൊക്കെ പുതിയ ഫോണിനെ വർണ്ണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്തേക്കുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.